വളരെ വിനയമായി വെല്ലുവിളിയോടെ സജികുമാറിനോട് ചോദിക്കുന്നു. സജികുമാറിന് ഒരു SSLC ബുക്ക് ഉണ്ടല്ലോ. ആ SSLC ബുക്കിൽ പിതാവിന്റെ പേരെന്ന സ്ഥാനത്ത് ഒരു പേര് എഴുതിയിട്ടുണ്ടാകുമല്ലോ. സജികുമാറിന്റെ പിതാവ് നിന്റെ SSLC ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയ പേരിൽ ആ പോലീസുകാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ചെയ്തോ? റെക്കോർഡ് ചെയ്ത് കൊടുത്തോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വേണ്ട 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 അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. അവന്റെ സ്വകാര്യ ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. അവിടെ ഇരിക്കെ. അപ്പൊ അതായത് നിന്റെ പിതാവിന്റെ പേര് SSLC ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അയാള് തന്നെയാണ് നിന്റെ പിതാവെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ച ഫോൺ സംഭാഷണം പുറത്തുവിട. നീ പുറത്തുവിട്ടല്ലോ വർത്താനം. ഏലക്കരനാട് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ചെങ്കല്ല് വെട്ടിയ വാഹനങ്ങൾ അത് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ SSLC ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയിട്ടുള്ള പേര്, ആ പേര് തന്നെയാണ്, ആ ആള് തന്നെയാണ് നിന്റെ പിതാവെങ്കിൽ ആ ഭാഗം നീ പുറത്തുവിട. സജികുമാറിനെ വെല്ലുവിളിക്കുന്നു. വിളവെടുക്കാൻ വരണ്ട, നീ വിളവെടുക്കണ്ട. അത് ആവർത്തിച്ച് പറയും. പോലീസുകാരെ ചെവിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതി CPIM ഞങ്ങൾക്ക് പറയാനുള്ളത് പരസ്യമായി പറയും. പരസ്യമായി യോഗം വിളിച്ച് പറയും. ജനങ്ങളോട് പറയും, ഞങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് പരസ്യമായി പറയും, യോഗം വിളിച്ച് പറയും. അത് പാർട്ടി നിലപാട് ശക്തമായി പറയും. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വന്നില്ല, അത്രയേ ഉള്ളൂ. ഈ വിഷയത്തിന് ശേഷം സജികുമാർ ജോലി ചെയ്തിരുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ ഫോൺ നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചു. അരുൺ പറഞ്ഞതുപോലെ എല്ലാ കഥയും പറയാൻ പറ്റില്ല. അതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്നും അന്വേഷിച്ചതിൽ നിന്നും ബോധ്യപ്പെട്ടത് ഇയാളൊരു മാനസിക രോഗിയാണ്. ഇയാളൊരു മാനസിക രോഗിയാണ്. മനോനില തെറ്റിയ, സ്വഭാവ വൈകൃതമുള്ള ഒരു മനുഷ്യൻ. ഇരുന്ന എല്ലാ സ്റ്റേഷനിലും ഇതേപോലെയാണ് സ്വഭാവം. ഇവിടെ വന്നിട്ട് സ്റ്റേഷൻ SHOമാർക്ക് സബ് ഡിവിഷനുകളിൽ DYSPക്ക് കീഴിൽ എല്ലാ സ്റ്റേഷനിലും രാത്രി പോകണം. ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്രോളിംഗ് ഉണ്ട്. വന്ന ദിവസം തന്നെ ഈ മാന്യൻ പിറവ സ്റ്റേഷനിൽ ചെന്നു. എന്നിട്ട് ഒരു റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന പോലീസുകാരൻ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. വന്ന ദിവസം, ആദ്യത്തെ ദിവസം സ്റ്റേഷനിൽ ചെന്നിട്ട് അവനെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല, വേണ്ടതുപോലെ സല്യൂട്ട് ചെയ്തില്ലത്രേ. അത്രയ്ക്ക് അല്പനാണ് അവൻ. പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ പരിശോധിച്ചു, ഒരു കുഴപ്പമില്ല. ഇതാണ് അയാളുടെ മാനസിക രോഗം. അയാൾ വെട്ടിത്തറ പള്ളിയിൽ ചെന്നു. അവിടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ചെറിയ അഭിപ്രായ വ്യത്യാസം അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന പക്ഷം അവിടെ ഇവൻ കാൽ തെറ്റി വീണു. ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ഇവൻ ചെയ്തത് അവനെ എന്നെ തള്ളിവിട്ടു എന്ന് പറഞ്ഞ പോലീസുകാരെ കൊണ്ട് ആ വിശ്വാസികളെ അടിച്ചു, കേസെടുപ്പിച്ചു. അതിന്റെ വീഡിയോയും പോലീസ് പിടിച്ച വീഡിയോ ഉണ്ട്. അവൻ പിടിച്ച പോലെ അവന്റെ ഫോണിൽ പിടിച്ചല്ല, പോലീസിന്റെ ഔദ്യോഗികമായ ക്യാമറയിൽ പിടിച്ച വീഡിയോ പരിശോധിച്ചപ്പോ അവൻ തെന്നി വീണതാണ്. ഇതാണ് അവന്റെ മാനസിക രോഗം. അവൻ ആരെ കണ്ടാലും വിളിക്കും,
വിളിക്കുന്ന താകൂട്ടി ഒരു മോനെ വിളിയുണ്ട്. കയ്യിൽ വെച്ചാൽ മതി, വീട്ടിൽ പോയി വിളിച്ചാൽ മതി, നിന്നെ ജനിപ്പിച്ചവരെ പോയി വിളിച്ചാൽ മതി ആ വിളി. ഈ രാമമംഗലത്തെ സാധാരണ മനുഷ്യനെ കാണുമ്പോ അവൻ അങ്ങനെ വിളിക്കണം. നിന്റെ വിളി കേൾക്കാൻ, ആ വിളി കേൾക്കാൻ ജനിച്ചവരല്ല രാമമംഗലത്തെ ജനത. പാവങ്ങളാണ്, സാധാരണക്കാരാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങളുള്ള പോലീസ് സ്റ്റേഷനാണ് രാമമംഗലം. സാധാരണ മനുഷ്യർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവർ. ഇവിടെ വല്ല അതിർത്തി തർക്കമോ ചെറിയ വാക്കറ്റമോ മാത്രമാണ് ഇവിടുത്തെ മനുഷ്യർ ചെയ്യുന്നത്. ആ പാവപ്പെട്ട മനുഷ്യനെ നോക്കി നീ നിന്റെ താകൂട്ടിയുള്ള മോനെ വിളിയുണ്ടല്ലോ, അത് വിളിച്ചാൽ അവർക്ക് വേണ്ടി പറയും നീ അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, നിന്നെ ജനിപ്പിച്ചവനെ വിളിച്ചാൽ മതി എന്ന് പറയും. ഇത് വളർത്തു ദോഷമാണ്. ഞാനിത്തിരി സൈക്കോളജി പറയാം, ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണം. കുട്ടിക്കാലത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ഡെവലപ്മെന്റ്സ്. അതിന് കൊഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ 3 ഡെവലപ്മെന്റ്സ് വേണം. അത് കുട്ടിക്കാലത്ത് ലഭിക്കേണ്ടതാണ്. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കണ്ടാൽ അതാണെന്ന് തിരിച്ചറിയണം. പോത്തിനെ കണ്ടാൽ അത് പോത്താണ്, അണ്ണാനെ കണ്ടാൽ അത് അണ്ണാനാണ്. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ, സമൂഹത്തോട് എങ്ങനെ പ്രതികരിക്കണം, വികാരങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം, ഇത് കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടതാണ്.